മോൻ്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യമാണ്. ദേഷ്യം വരും, പക്ഷെ അവൻ്റെ ദേഷ്യം അവനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ അവൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അതൊരു പക്ഷേ ബൈക്ക് ഓടിക്കാൻ കൊടുക്കാത്തതാവാം, അവന് മൊബൈൽ ഫോൺ കൂടുതൽ സമയം ഉപയോഗിക്കുമ്പോൾ അത് ഉപയോഗിക്കല്ലേ എന്ന് വാപ്പയോ ഉമ്മയോ പറയുന്നതാവാം, അതുമല്ലെങ്കിൽ TV ഓഫ് ചെയ്യാൻ പറയുന്നതാവാം, അല്ലെങ്കിൽ കുളിക്കാനോ നിസ്കരിക്കാനോ പഠിക്കാനോ ഒക്കെ പറയുന്നതാവാം. ഇങ്ങനെ തുടങ്ങിയിട്ട് അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തെങ്കിലും വീട്ടിൽ അവൻ്റെ പാരൻസ്, അവൻ്റെ ഉമ്മയോ ഉപ്പയോ അവനോട് പറയുകയാണ് എങ്കിൽ ആ സന്ദർഭത്തിൽ അവനെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വികാരത്തിലൂടെയാണ് അവൻ കടന്നു പോവുക. ഈ കുട്ടിക്ക് ഇത്തരം അനുഭവങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാവുന്ന സമയത്ത് ഒന്നുകിൽ അവൻ്റെ മുൻപിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട, ഒരു പക്ഷെ അവനോ അവൻ്റെ വീട്ടുകാർക്കോ അവൻ്റെ പ്രിയപ്പെട്ടവർക്കോ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ നശിപ്പിക്കുകയായിരിക്കും. അതും അല്ലെങ്കിൽ അവനെ തന്നെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ അവൻ്റെ തലയോ കൈയോ ശരീരഭാഗങ്ങളോ ചുമരിലൊക്കെ ഇടിച്ചിട്ട് മുറിവാക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഇങ്ങനെ തുടങ്ങിയിട്ട് ദേഷ്യം ഇല്ലാതെയാക്കുവാൻ പലതരത്തിലുള്ള മെത്തേഡാണ് അവന് സ്വീകരിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലമൊക്കെ വീട്ടിൽ ഉമ്മയും ഉപ്പയും ഉപദേശിച്ച് അവർ നല്ല പാഠങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവായിരുന്നു. പക്ഷെ അവരെ കൊണ്ട് സാധ്യമല്ല എന്ന് കണ്ടപ്പോൾ സ്കൂളിൽ കൗൺസിലറെ പോയിട്ട് കാണുകയാണ്. കൗൺസിലറാണ് പറഞ്ഞത്, ഇത് കൗൺസിലിങ്ങിൽ മാത്രമായിട്ട് നിയന്ത്രിക്കാൻ സാധ്യമല്ല, നമ്മൾ കുറച്ചും കൂടെ എക്സ്പെർട്ടൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്, കുറച്ചും കൂടെ നല്ല ചികിത്സ മോന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റിന് വരുമ്പോൾ ഏറെ സമയം ആ മോൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. സംസാരത്തിനൊടുവിൽ എനിക്ക് തോന്നിയ ഒരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയം അവനെ പറഞ്ഞയച്ച് അവൻ്റെ ഉമ്മയെ വിളിച്ച് ഞാൻ അവൻ്റെ ഉമ്മയുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ മോന് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഏതോ ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട്. കുറേ കാലങ്ങളായിട്ട് അവൻ ആ ലഹരി പദാർത്ഥത്തിൻ്റെ അടിമയാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് കേട്ടതിന് മറുപടിയായിട്ട് ആ ഉമ്മ കരയാണ് ചെയ്തത്. സ്വാഭാവികമായും ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കുകയോ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടുകയോ ചെയ്യാത്ത ഒന്ന് കേൾക്കുമ്പോൾ ഞാൻ അടങ്ങുന്ന എല്ലാ ഉമ്മമാരും കരയുന്നത് പോലെ ആ ഉമ്മയും കരയാണ്. കരച്ചിലിനൊടുവിൽ ആ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാ, യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ ചികിത്സിക്കാൻ കൊണ്ടുവന്നത് സ്വഭാവ പ്രശ്നത്തിനാണ്, ഇതിനല്ല. എൻ്റെ കുഞ്ഞ് ലഹരികളൊന്നും ഉപയോഗിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. എനിക്കറിയാം എൻ്റെ മോന് ഇതൊന്നും ഉപയോഗിക്കുന്നില്ല എന്നത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് കുറച്ച് ദേഷ്യത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് തികച്ചും എതിർപ്പോട് കൂടിയിട്ട് ആ ഉമ്മ സംസാരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഈ കുട്ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് എഴുതി കൊടുക്കുകയായിരുന്നു. ഏത് ലഹരിയാണ്, എത്രത്തോളം അളവിലാണ് അവൻ്റെ ബ്ലഡിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ എഴുതി കൊടുക്കുന്ന സമയത്താണ് ഈ ഉമ്മ ഇത് പറയുന്നത്. ഇത് പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞ് അവർ ഇറങ്ങിപ്പോവാനിരിക്കുമ്പോൾ ഡോറിൻ്റെ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് എൻ്റെ അരികിലേക്ക് എന്നെ വന്നിട്ട് ആ ഉമ്മ എന്നെ ഒരു കൂട്ടം കാണിച്ചു തന്നു. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഉമ്മയുടെ ബാഗിൽ നിന്നും ഒരു നീല കളർ ബോക്സ് എടുത്തിട്ട് അത് എൻ്റെ കയ്യിൽ തരികയാണ്. എൻ്റെ കയ്യിൽ തന്നിട്ട് ആ ഉമ്മ പറഞ്ഞു, ഡോക്ടറെ, ഇത് ഒരു ദിവസം മോൻ്റെ പാൻറ് അലക്കുന്ന സമയത്ത് അവൻ്റെ പോക്കറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഇങ്ങനെ പറഞ്ഞ് എൻ്റെ കയ്യിൽ അത് തരിക. ഞാനത് നോക്കിയ സമയത്ത് ഞാൻ ഈ ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെന്താണെന്ന് നിങ്ങൾ മോനോട് ചോദിച്ചില്ലേ എന്ന്. ഉമ്മ പറഞ്ഞു, ഞാൻ ചോദിച്ചു, മോൻ്റെ അടുത്ത് ചോദിച്ചു ഇതെന്താ മോനേന്ന് ചോദിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഉമ്മ അത് ടിഷ്യൂ പേപ്പറാണ്, അത് ടിഷ്യൂ പേപ്പറാണ്. സ്കൂളിൽ നിന്നൊക്കെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ കൈക്കും വായിക്കൊക്കെ സ്മെല്ല് വരും, അപ്പോൾ ആ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചു കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും, അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ കൊണ്ട് നടക്കുന്ന ടിഷ്യൂ പേപ്പറാണ് എന്ന് പറയാണ്. ടിഷ്യൂ പേപ്പർ പോലെ ഒരു ഫെയ്ഡ് യെല്ലോ കളറിലുള്ള ഒരു പേപ്പറാണ് ആ ബോക്സിനകത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ഉമ്മ എൻ്റെ കയ്യിൽ തന്ന സമയത്ത് ഞാൻ അവരുടെ അടുത്ത് വീണ്ടും ഇരിക്കാൻ പറയുകയാണ്. ഞാൻ അത് എന്താണ് എന്നത്, ആ റോളിംഗ് പേപ്പർ എന്താണ് എന്നത് ഒറ്റ കാഴ്ചയിലേ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എങ്കിലും അത് ഫോട്ടോ എടുത്ത് നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തു.
ഉടനെ തന്നെ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻസും അതെന്താണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ അദ്ദേഹം എനിക്ക് അയച്ചു തന്നു. ഇവിടെ ഇത് ടിഷ്യൂ പേപ്പർ ആണ് എന്ന് മകൻ പറഞ്ഞതിനെ തെല്ലും സംശയിക്കാതെ ഒരു നിമിഷം പോലും എൻ്റെ കുഞ്ഞ് ഇത് എന്തിനു ഉപയോഗിക്കുന്നു എന്ന ചിന്ത പോലും ഇല്ലാതെ അത് വിശ്വസിച്ച ഒരു ഉമ്മ. ആ ഉമ്മ എന്തൊക്കെയോ കൊണ്ട് തിരിച്ച് അവൻ്റെ പോക്കറ്റിൽ തന്നെ വെക്കാതെ അത് ഉമ്മയുടെ ബാഗിൽ കൊണ്ടെടുക്കുക. എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഹലോ ഉമ്മമാരെ, ഈ റോളിംഗ് പേപ്പർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായ ആരെങ്കിലും ഉണ്ടോ? ഇത് ടിഷ്യൂ പേപ്പറിനേക്കാളും കട്ടി കുറഞ്ഞ മരത്തിൻ്റെ ചില മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് പൾപ്പൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു പേപ്പറാണ്. ഇതിൽ 26 വളരെ ടോക്സിസിറ്റി നിറഞ്ഞ, വളരെ വിഷം നിറഞ്ഞ ലെഡ് പോലെയുള്ള മെറ്റൽസ് ആണ് ഇതിൻ്റെ കണ്ടന്റ്. ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ സിഗരറ്റ് പോലെയുള്ള പുകയില പോലെയുള്ള ലഹരി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ, നിക്കോട്ടിൻ പോലെയുള്ള പദാർത്ഥങ്ങളാവാം. അതുമല്ല എങ്കിൽ കഞ്ചാവോ, ഏറ്റവും ഇന്ന് സുലഭമായി ലഭിക്കുന്ന, എല്ലായിടത്തും ലഭിക്കുന്ന, ലോകത്തെ ഏറ്റവും വിഷം നിറഞ്ഞ കെമിക്കൽ ടോക്സിക് ആയിട്ടുള്ള MDMA ആവാം. ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഈ റോളിംഗ് പേപ്പറിൽ വെച്ച് അത് ചുരുട്ടിയിട്ട് മക്കൾ ഉപയോഗിക്കും. അത് കഴിക്കുന്നവരുണ്ട്, അത് പുകച്ച് അതിൻ്റെ പുക കൊള്ളുന്നവരുണ്ട്. പല രീതിയിലാണ് അത് ശരീരത്തിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ പേപ്പറാണ് +1 പഠിക്കുന്ന ആ മോൻ്റെ പോക്കറ്റിൽ നിന്നും ഉമ്മാക്ക് കിട്ടിയത്. അത് ടിഷ്യൂ പേപ്പർ പോലെ തന്നെ ഇരിക്കും. ടിഷ്യൂ പേപ്പർ ആണെന്ന് പറഞ്ഞ് ഉമ്മയെ പറ്റിച്ച ആ മോൻ്റെ മുമ്പിൽ വളരെ നിഷ്കളങ്കതയോട് കൂടിയിട്ട് ആ ഉമ്മ പറ്റിക്കപ്പെടുകയാണ്, അല്ലേ? ഒരുപക്ഷെ ഞാനും നിങ്ങളും ഒക്കെ പറ്റിക്കപ്പെടുന്ന ആ ഉമ്മയുടെ ഗണത്തിൽപ്പെട്ടവരാവാം. ആവാതിരിക്കണമേ എന്ന് ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നവരാണ്. ഇത്തരം കൂടിച്ചേരലുകൾ, അത്തരം ദുഃഖകരമായ സന്ദർഭങ്ങളിലേക്ക് നമ്മൾ ആരും എത്താതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന പാഠം കൂടി ഉൾക്കൊള്ളുന്ന സന്ദർഭങ്ങളാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് ആ ഉമ്മയെ ബോധ്യപ്പെടുത്തി കൊടുത്ത് ദുഃഖം കൂടി ആ ഉമ്മ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വീണ്ടും ഇതിനൊരു പരിഹാരം എന്ന രൂപേണ മോനെ വിളിക്കുകയാണ്. മോനെ വിളിച്ച് ഇതിൻ്റെ ഉപയോഗം എത്ര നാൾ തുടങ്ങി, എത്രത്തോളം അളവിൽ അവൻ്റെ ബ്ലഡിൽ അത് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അടുത്ത ചികിത്സ നമ്മൾ തീരുമാനിക്കുക. ഒരുപക്ഷെ അവനെ ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് പറഞ്ഞയക്കേണ്ടി വരും. അതുമല്ലെങ്കിൽ മെഡിസിൻസിൻ്റെ സഹായത്തോടു കൂടിയിട്ട് അവൻ്റെ ഈ അഡിക്ഷൻ മാറ്റേണ്ടി വരും. ഏത് രൂപത്തിലാണ് ചികിത്സ മുന്നോട്ട് പോവേണ്ടത് എന്നറിയാൻ അവനെ വിളിച്ചു വരുത്തി ചികിത്സയുടെ മുന്നോടിയായിട്ട് കുട്ടിയുടെ ഉള്ളിൽ ഇത് ഉപയോഗിക്കാതിരിക്കുവാനുള്ള ഒരു മനസ്സിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ട്. അവനെ കൊണ്ട് ഇതിൻ്റെ ഉപയോഗം പൂർണ്ണമായും നിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവനോട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സംസാരത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളോട് നമ്മൾ പറയുന്നത് അവരെ ഏറ്റവും വികാരഭരിതരാക്കുന്ന, അവരെ ഏറ്റവും കുറ്റബോധത്തിൻ്റെ മുൾമുനയിൽ എത്തിക്കുന്ന 2 മുഖങ്ങളുണ്ട്. ആ മുഖങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാണ് അവരെ ഉള്ളിൽ ഈ റിഗ്രഷൻ അല്ലെങ്കിൽ കുറ്റബോധം എന്ന് പറയുന്ന കാര്യത്തെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഏതാ 2 മുഖങ്ങള്? ആരാ 2 മുഖങ്ങള്? ഹലോ, നിങ്ങളിത് ഇങ്ങനെ തിന്നിരുന്നാലോ? ഞാനിവിടെ ഒന്നും തിന്നാണ്ട് മയക്കും പിടിച്ചിങ്ങനെ നിൽക്കുക, നിങ്ങൾ എൻ്റെ മുഖത്തോക്കി ഇങ്ങനെ തിന്നുക, അത് നിങ്ങളെ വിഭവങ്ങള് അല്ലേ? ഞാൻ അവിടുന്ന് മലപ്പുറത്ത് നിന്നല്ലേ വരുന്നത്. ഞങ്ങൾക്ക് നിങ്ങളെ മുട്ടമാലയും അതുപോലെ ചട്ടിപ്പത്തിരിയും പിന്നത്തെ ടയർ പത്തല്, മീൻ പത്തല്, ഞങ്ങൾക്ക് ആകെ ഒരു നൈസ് പത്തിരി ഉള്ളൂ ഇല്ലേ? ഞങ്ങളെങ്ങാനും ടയർ പത്തൽ ഉണ്ടാക്കാൻ നിന്നാല് ഉള്ളു വേവൂല്ല. ഒരിക്കലേ നിങ്ങളെ നാദാപുരത്ത് വന്ന് വളരെ മനോഹരമായിട്ട് ടയർ പത്തലൊക്കെ കഴിപ്പിച്ച് വീട്ടിൽ പോയിട്ട് ടയർ പത്തൽ ഉണ്ടാക്കുക, മന ഞെട്ടിക്കണല്ലോ അല്ലേ? 2ഉം കൽപ്പിച്ച് പോയി. നിങ്ങൾ ഇവിടുന്ന് തന്നോ? അവർ കുറച്ച് പൊടിയൊക്കെ കൊടുത്തു വിട്ട്, ഞങ്ങളവിടെ കിട്ടൂല അതിൻ്റെ പൊടി. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്ന സമയത്ത് അതങ്ങ് കടിച്ചതും പുറം ഭാഗം മാത്രം വെന്തിട്ടുള്ളൂ, ഉള്ളിൽ മാവ് അതുപോലെ ഇരിക്കുക. അതോടെ നിർത്തി. ഇത് നമ്മളെ കൊണ്ട്
കൂട്ടിയാ കൂടൂല, നമ്മളെ കൊണ്ട് നൈസ് പത്തിരിയെ നടക്കുള്ളൂ എന്ന് മനസ്സിലായി. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ തിന്നുന്ന സമയത്ത് ഞാൻ പറയുന്നതിന് മൂളിക്കൂടെ? വായിൽ എന്തുണ്ടെങ്കിലും മൂളിക്കൂടെ? അപ്പൊ മൂളൂല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, ആരാണ് ആ രണ്ട് മുഖം നിങ്ങൾക്കറിയോ? നമ്മളുടെ ഉള്ളില് കുറ്റബോധം ഉണ്ടാക്കത്തക്ക രൂപത്തിൽ നമ്മൾ സംസാരിക്കുന്ന രണ്ട് മുഖങ്ങള് നമ്മുടെ ഉമ്മയുപ്പയാണ്, നമ്മുടെ മാതാപിതാക്കളാണ്, പ്രത്യേകിച്ച് കുട്ടികളുടെ. അങ്ങനെയാണ് എൻ്റെ അനുഭവം, അങ്ങനെയാണ്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ കേസിലും ഞാൻ എന്ത് ചെയ്തു, ഈ കുട്ടിയുടെ അടുത്ത് ആ കുട്ടിയുടെ ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും മാതാപിതാക്കള് ആ കുട്ടിക്ക് വേണ്ടി കുഞ്ഞുനാള് മുതൽ ഒരു പക്ഷേ അവനെ കൺമുന്നിൽ കാണുന്നതിന് മുൻപേ അവനെ സ്നേഹിക്കാൻ തുടങ്ങിയ രണ്ട് മനുഷ്യന്മാരേ ഉള്ളൂ, അത് ഉമ്മയും ഉപ്പയും മാത്രം. മറ്റുള്ളവരൊക്കെ അവനെ സ്നേഹിച്ചു തുടങ്ങിയത് അവന് പുറത്തു വന്നതിന് ശേഷം, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും അവൻ പുറത്തെത്തിയതിനു ശേഷം മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ അവനെ സ്നേഹിച്ചു തുടങ്ങിയത്. പക്ഷെ ഉമ്മയും ഉപ്പയും അങ്ങനെ ആയിരുന്നില്ല. ആ ഗർഭത്തിലിരിക്കുന്ന സമയം മുതൽ അവനെ സ്നേഹിച്ചു തുടങ്ങിയ ആ ഉമ്മയെയും ഉപ്പയെയും കുറിച്ച്, അവരനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ച്, അവരനുഭവിച്ച പ്രയാസങ്ങളെക്കുറിച്ച്, അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കിനാവുകളെയും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനിടയിൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ കുട്ടി എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. അല്ല ഡോക്ടറെ, നിങ്ങളീ പറയുന്ന കുടുംബത്തിന് വേണ്ടിയിട്ട്, ഈ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫ് എന്തിനാ നമ്മൾ കളയണേന്ന്?